ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ആനസുദ്ദീൻ സാർ. എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തരും, എന്നിട്ട് അതിൽ നിന്ന് ടോക്കൺസിനെ ഐഡന്റിഫൈ ഉള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ ടോക്കൺസ് പറഞ്ഞാൽ ടോക്കൺസ് പറഞ്ഞ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി പ്രോഗ്രാം ആണ്. ടോക്കൺസ് 5 ടൈപ്സ് ഉണ്ട്. കീവേഡ്സ് ഉണ്ട്, ഐഡന്റിഫയേഴ്സ് ഉണ്ട്, ലിറ്ററൽസ് ഉണ്ട്, പങ്ക്ച്വേറ്റേഴ്സ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. എന്താ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് മീനിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കമ്പൈലർ കൊടുക്കുന്നതാണ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ. അതേപോലെ ഒരു നമ്മൾ യൂസർ ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു പേരാണെന്ത് ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ. അതേപോലെ ഒരു കോൺസ്റ്റന്റ് വാല്യൂസിനെ എന്ത് വിളിക്കാം, നമുക്ക് ലിറ്ററൽസ് എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ട്. ദെൻ നമ്മുടെ ഈ ഒരു കമ്പൈലറിന് സിന്റാറ്റിക് ആയിട്ട് സെമാന്റിക് ആയിട്ട് മീനിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ സിംബൽസിനെ നമുക്ക് എന്ത് വിളിക്കാം, പങ്ക്ച്വേറ്റേഴ്സ് എന്ന് വിളിക്കാം. അതേപോലെ ഓപ്പറേഷൻസിനെ ട്രിഗർ ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സിംബൽസുകളൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ടോക്കൺസ് എന്ന് പറയുന്നത്. 5 ടൈപ്സിലാണ് ടോക്കൺസുകൾ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ടോക്കൺസുകൾ നമുക്ക് ഇതിൽ നിന്നാണെങ്കിൽ ടോക്കൺസുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വെക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വെക്കാം. ഇന്റ് കീവേഡ് ആണോ ഐഡന്റിഫൈ ആണോ? ഇന്റ് ഇസ് എ കീവേഡ് അല്ലെ. ഇന്റ് ഒരു കീവേഡ് ആണ്. സീൻ, ഈ സീൻ, സി ഔട്ട്, മെയിൻ ഒക്കെ എന്താണ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫയേഴ്സ്. മറക്കല്ലേ, സീൻ ഒക്കെ മെയിൻ ഐഡന്റിഫയർ. നെക്സ്റ്റ് പേഴ്സൻറ്റേജിന്റെ സിമ്പിൾ, പേഴ്സൻറ്റേജ് ആണ്. അത് മോഡുലസ് ആണല്ലേ. മോഡുലസ് ആകുമ്പോൾ ഓപ്പറേറ്റർ. ടു എന്ന് പറഞ്ഞാൽ അതും ഒരു കീവേഡ് ആണ് അല്ലേ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഒരു ഈക്വൽ ടു അഥവാ അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഇറ്റ് ഈസ് എൻ ഓപ്പറേറ്റർ. ഡബിൾ കോഡ്സ് ശ്രദ്ധിക്കുക. ഡബിൾ കോഡ്സിൽ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഡബിൾ കോഡ്സിൽ എന്ത് വന്നാലും അതൊരു സ്ട്രിങ് ആയിരിക്കും, സ്ട്രിങ് ലിറ്ററൽ ആയിരിക്കും കേട്ടോ. ഡബിൾ കോഡ്സിൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് സ്ട്രിങ് ലിറ്ററൽ ആയിരിക്കും. നെക്സ്റ്റ് 25.7 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലെറ്റർ ആണ് അല്ലേ. 25.7 ഡിജിറ്റ്, ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് ആണ്. ഇടയ്ക്ക് സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല, അടുത്ത സ്പെഷ്യൽ സിംബൽസുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ് ഈസ് ഐഡന്റിഫയർ അല്ലെ. ഇതൊരു ഐഡന്റിഫയർ ആണ് അല്ലെ. യെസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താണ് മക്കളെ, ഇങ്ങനെ നമുക്കാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് എന്താണ് ഒരു ലിസ്റ്റ് ഓഫ് ടോക്കൺസുകൾ എന്നിട്ടാണെങ്കിൽ ഐഡന്റിഫൈ ഉള്ള ക്വസ്റ്റ്യൻസുകൾ വരാറുള്ളതാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരിക്കലും മിസ്സാക്കല്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് ഏത് ഈ പറഞ്ഞ ചാപ്റ്ററിൽ, നമ്മുടെ ഈ പറഞ്ഞ ഗെറ്റിംഗ് സ്റ്റാർട്ട് C++ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റിയിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.